ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വഴിയോര വിശ്രമ കേന്ദ്രമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ വഴിയോര വിശ്രമ കേന്ദ്രമാണ്. വാഴക്കുളം പഞ്ചായത്തിന്റെ കീഴിലാണ് വരുന്നത്, കേരള സർക്കാരിന്റെ അണ്ടറിൽ. നമ്മളൊരു ദീർഘദൂര യാത്രയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പമ്പിലും ഹോട്ടലൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ പമ്പിൽ നമ്മൾ ഡീസൽ ഫ്യൂൽ ഒന്നും അടിക്കാൻ കയറാതെ ടോയ്ലറ്റ് മാത്രം യൂസ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവർ മുഖം ഒന്ന് മാറും, നമ്മുടെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹോട്ടലിന്റെ കാര്യം, ഒരു ചായ പോലും കുടിക്കാതെ നമുക്ക് ടോയ്ലറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇതുപോലുള്ള വഴിയോര കേന്ദ്രങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരം വരുന്നത്. നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷെ ഇത്തിരി ലേറ്റ് ആയെങ്കിലും നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ പെരുമ്പാവൂര് ചെമ്പർക്കി റൂട്ടില്, ചെമ്പർക്കിന്ന് കുക്കാട്ടുപടി റൂട്ടിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ ഒരുപാട് തിരക്കുള്ള റോഡൊന്നുമല്ല, കുറച്ചുള്ളിലാണ്. ഇത് ശരിക്കും വരേണ്ടത് ഒരു ഹൈവേയുടെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ആലുവ മൂന്നാർ റോഡിന്റെ ഒക്കെ ആ ഭാഗത്ത് വന്നിരുന്നെങ്കിൽ ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്നു. കാരണം ലോങ് പോണ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടേനെ. അപ്പൊ ഇനിയും സർക്കാർ ഇത് കൊണ്ടുവരും, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നേരെ നമുക്ക് പോയിട്ട് ഇതിന്റെ വിശേഷങ്ങൾ കാണാം. ഇവിടത്തെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്, ഇതിന്റെ ബാക്കിലായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ചായക്കട, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റപ്പ് ഉള്ള ഒരു കടയുണ്ട്. ഇത് ഇവിടെ ഒരു ചായക്കട, അതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള നല്ല വിശാലമായിട്ടൊരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അതെ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെ ചാർജ് ചെയ്യുന്ന സംഭവം കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്ത് വെക്കാം. പക്ഷെ ഇത് പബ്ലിക് ആയിട്ടിരിക്കണം, അതുകൊണ്ട് തന്നെ മൊബൈൽ ആരും എടുത്തുകൊണ്ട് പോകും, നിങ്ങൾ അപ്പുറം ഇരിക്കുന്ന ടൈമിൽ എടുത്തുകൊണ്ട് എന്നുള്ള പേടി വേണ്ട. കാരണം ഇതെങ്ങാനും ആരെങ്കിലും ഇതുപോലെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അലാറം അടിക്കും. അതുപോലെ തന്നെ അതേ ഒരു വാഷ്റൂമും ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. അവിടെ തന്നെ അതേ ഒരു ഫീഡിംഗ് റൂം ഉണ്ട്. ഹാൻഡിക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്, ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്. നമുക്ക് ജെൻസിൻ്റെ അടുത്ത് കയറിയിട്ട് ക്ലീൻ ആണോ കൊണ്ടോ അങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കയറി വരുമ്പോഴത്തേക്ക് ഒരു വാഷ് ബേസ് ഉണ്ട്. ഇതുപോലെ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാരണ എല്ലായിടത്തും കാണുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ഈ നീറ്റ്നെസ് ഒക്കെ നടക്കും. അങ്ങനെ ആവാതെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടേക്ക് എ ബ്രേക്ക് കോംപ്ലക്സ് എന്നുള്ള പേരിലാണ് വാഴക്കുളം പഞ്ചായത്ത് ഇത് തുടങ്ങിയിരിക്കുന്നത്. വാഷ്റൂം, ഫീഡിംഗ് റൂം, കഫറ്റീരിയ, അതുപോലെ തന്നെ അതേ ബാക്കിലെ പാർക്കിംഗ് ഏരിയ. ഇത് ബിൽഡിങ്ങിന്റെ ബാക്കാണ്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ലേഡീസിന്റെ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം തന്നെ 2 ടോയ്ലറ്റ്. അതുപോലെ തന്നെ അതേ ഇവിടെ സാനിറ്ററി നാപ്കിൻ്റെ ഒക്കെ ഒരു വെൻഡിങ് മെഷീനും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് 2 ടോയ്ലറ്റ്. ഇത് ഈ കായൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത്. അപ്പൊ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഇത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയാണ്. ടേക്ക് എ ബ്രേക്ക് എന്നൊരു ആശയം കൊണ്ടുവന്ന് ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ കെ എം സിറാജിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ഇവിടെ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ ജനുവരി 1 ഇത് ഇനാഗ്രേറ്റ് ചെയ്തു. റോഷി മന്ത്രിയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളും ചെയ്തത്. ഈ ഷോപ്പ് നിങ്ങൾക്ക് എങ്ങനെ റെന്റോ കാര്യങ്ങളാണ്? റെന്റാണ്. മെയിൻ്റെനൻസും കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണം. അതെ നല്ല കാര്യമാണ്. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഗവൺമെന്റ് ഒരാളെ നിർത്തി കഴിഞ്ഞാൽ അത്രയും കറക്റ്റായിട്ട് എൻ്റെ പേരാ ഹക്കി. അപ്പൊ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോണ വഴിക്ക് ഇതുപോലെ ചായ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ടോയ്ലറ്റിലൊക്കെ പോയിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു പരിപാടിയാണിത്. നമ്മുടെ കേരള സർക്കാർ ഇതുപോലത്തെ ഒരുപാട് വെയിറ്റിംഗ് ഷെഡുകൾ, അതായത് വിശ്രമ കേന്ദ്രങ്ങൾ ഇനിയും തുടങ്ങട്ടെ. അതായത് ഒരു ഹൈവേയുടെ ഭാഗത്തൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൻ റോഡിലേക്ക്, അതായത് ആലുവ മൂന്നാർ റോഡ് അതുപോലെ വലിയ റോഡുകളുടെ സൈഡിലൊക്കെയാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും ആൾക്കാർക്ക്. ഇതും ഉപകാരപ്പെടാനുള്ള ആളില്ല എന്നൊന്നും ഞാൻ പറയില്ല, ആളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സമൂസ പിന്നക്കായൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ചിരിക്കാം ലോങ് ട്രിപ്പ് പോകുമ്പോൾ. അതുപോലെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും ഇതുപോലത്തെ പദ്ധതികളൊക്കെ ഇനിയും വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.